ആണവയുദ്ധം ആണ് എങ്കിൽ മനസ്സിൽ ഇരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന് ന്യൂക്ലിയർ ബട്ടൺ കൈവശമുണ്ട്. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ മാനസിക നില കൂടി പരിശോധിക്കുമ്പോൾ ഏത് നിമിഷവും അത് പ്രയോഗിക്കപ്പെടാം. എത്രത്തോളം മാനസികമായ സ്ഥൈര്യം ട്രംപിനുണ്ട് എന്നതും ഒരു ഡിബേറ്റബിൾ ചോദ്യമാണ്. ഒരുതരം മെലിഗ്നൻ്റ് നാർസിസം എന്നാണ് പലരും ട്രംപിൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി 2 ആഴ്ചത്തെ വെടിനിർത്തൽ എല്ലാ വിഭാഗവും പാലിക്കുന്നുണ്ട്. ഏപ്രിൽ 22-ന് വെടിനിർത്തൽ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. അത് വീണ്ടും നീട്ടി ശാശ്വതമായ സമാധാനത്തിന് വേണ്ടി പല രാജ്യങ്ങളും ആത്മാർത്ഥമായി ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ അമേരിക്ക കൂടുതൽ സൈനികരെ ഇറാൻ മേഖലയിലേക്ക് എത്തിക്കുകയുമാണ്. ചർച്ചയ്ക്കിടെ ആക്രമണം എന്ന സ്ഥിരം രീതിയാണോ ട്രംപിന്റെ മനസ്സിൽ? അമേരിക്കയുടെ ആക്രമണങ്ങൾക്കൊരു രീതിശാസ്ത്രമുണ്ട്. ചർച്ച എന്ന ഒരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് മറുപക്ഷത്തെ പരമാവധി ആശയക്കുഴപ്പത്തിൽ ആക്കിക്കൊണ്ട് ഒട്ടും ആക്രമണം പ്രതീക്ഷിക്കാത്ത സമയത്ത് നാടകീയമായി ആക്രമണം നടത്തുക എന്നതാണ് മുൻപ് പല പ്രാവശ്യം കണ്ടിട്ടുള്ള രീതി. അതുമാത്രമല്ല, ചർച്ചയ്ക്ക് മുൻപ് തന്നെ വലിയൊരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുക, നാലുപാടും സേനാ വിന്യാസം നടത്തിക്കൊണ്ട് വലിയൊരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യുക. ഹെൽ ഈസ് ഗോയിങ് ടു ബ്രേക്ക് ഡൗൺ എന്ന രീതിയിൽ, ബ്രേക്ക് അപ്പോൺ യു എന്ന രീതിയിൽ വലിയൊരു സമ്മർദ്ദതന്ത്രമാണ്. അതിനുള്ളിൽ നിന്നുകൊണ്ടൊരു ചർച്ച ഒരിക്കലും വിജയിക്കില്ല എന്ന മനഃശാസ്ത്രം മാത്രം അമേരിക്ക പഠിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ചർച്ച ഒരു വശത്ത് നടക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടായിക്കഴിഞ്ഞു. ഉടനെ തന്നെ ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾ പുനരാരംഭിക്കുകയാണ്. പ്രതീക്ഷകൾ രണ്ടു പക്ഷത്തുമുണ്ട്. അതൊക്കെ ഒരു വശം. മറുപക്ഷത്ത് യഥാർത്ഥത്തിൽ അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്താണ്? ഗൺ പോയിന്റിൽ ഇറാനെ കൊണ്ട് ഒരു കാര്യം അംഗീകരിപ്പിക്കുക. അത് പല ആവർത്തി അത് നടക്കില്ല. ബലപ്രയോഗം കൊണ്ടും നടക്കില്ല. ഗൺ പോയിന്റ് ഡിപ്ലോമസി കൊണ്ടും നടക്കില്ല. അപ്പോൾ പിന്നെ വിട്ടുവീഴ്ച തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ച, ഇപ്പോൾ നടക്കാൻ പോകുന്ന ചർച്ച, അതും ഒരു തെറ്റിദ്ധരിപ്പിക്കൽ മാത്രമാണ് എന്ന് പലരും ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. ഇറാനുമായി നടക്കുന്ന ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്നുള്ള സൂചനകൾക്കിടയിൽ തന്നെ US-ന്റെ ആകാശത്ത് വൻതോതിൽ സൈനിക വിമാന വിന്യാസം നടന്നതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ വന്നിരുന്നു. 2 ദിവസമായി 2 ഘട്ടങ്ങളിലായി തങ്ങളുടെ ഒരുക്കം ലോകം മുഴുവൻ അറിയിക്കുന്ന തരത്തിലാണ് അമേരിക്ക സേനാ വിന്യാസത്തിന്റെ റിഹേഴ്സൽ നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വൻതോതിലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിര തന്നെ റിഹേഴ്സലിൽ അണിനിരന്നു എന്നത് അമേരിക്ക നടത്തുന്ന സൈനിക നീക്കത്തിന്റെ വിപുലത വെളിവാക്കുന്നതാണ് എന്നൊക്കെയാണ് ചില പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ യുദ്ധം വീണ്ടും പുനരാരംഭിച്ചാൽ ഒരുപക്ഷെ ആണവ യുദ്ധത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങിയേക്കുമെന്നും ആശങ്ക ഉണ്ടെന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ടോ? ഇങ്ങനെ സംശയിക്കാൻ കാരണം വഴങ്ങിയില്ലെങ്കിൽ ഇറാന് സർവനാശമായിരിക്കും ഫലമെന്ന് പലതവണ ഡൊണാൾഡ് ട്രംപ് തന്നെ മുന്നറിയിപ്പ് നൽകിയതാണ്. ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ, ആണവ യുദ്ധ സാധ്യത ഇപ്പോഴത്തെ നിലയിൽ ഞാൻ കാണുന്നില്ല. അത് പൂർണ്ണമായി തള്ളിക്കളയാവുന്നതാണ്. ആണവയുദ്ധം ആണ് എങ്കിൽ മനസ്സിൽ ഇരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന് ന്യൂക്ലിയർ ബട്ടൺ കൈവശമുണ്ട്. അത് ഡൊണാൾഡ് ട്രംപിൻ്റെ മാനസിക നില കൂടി പരിശോധിക്കുമ്പോൾ ഏത് നിമിഷവും അത് പ്രയോഗിക്കപ്പെടാം. എത്രത്തോളം മാനസികമായ സ്ഥൈര്യം ട്രംപിനുണ്ട് എന്നതും ഒരു ഡിബേറ്റബിൾ ചോദ്യമാണ്. ഒരുതരം മെലിഗ്നൻ്റ് നാർസിസം എന്നാണ് പലരും ട്രംപിൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ച് പറയുന്നത്. അതുപോലെ ഒരു ബിഹേവിയറൽ ഡിസോർഡർ പലരും കാണുന്നുണ്ട്. പ്രായാധിക്യം കൊണ്ട് വരുന്നതാകാം, സ്വഭാവവിശേഷം കൊണ്ട് വരുന്നതാകാം, രീതിശാസ്ത്രം കൊണ്ട് വരുന്നതാകാം. എന്ത് പറഞ്ഞാലും ട്രംപ് ഒരു വളരെ നോർമൽ ആവറേജ് പൊളിറ്റീഷ്യൻ അല്ല. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഒരു മനോനില കൂടി പരിഗണിച്ച് വേണം ഇപ്പോൾ നടത്തുന്ന വിന്യാസങ്ങളെ കാണാൻ. ഒരു തരം അരക്ഷിതാവസ്ഥ അമേരിക്കയ്ക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയാണ്. ഏറെ സേനാ ബലം കാട്ടുന്നത് എന്തിനാണ്? പലപ്പോഴും ഈ പ്രതിയോഗിയെ ഭയപ്പെടുത്താൻ വേണ്ടിയാണ്. അത്രയ്ക്ക് ഭയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അമേരിക്കയ്ക്ക് വലിയ സൈനിക ബലം ഉണ്ട് എന്ന് എല്ലാ പ്രതിയോഗികൾക്കും അറിയാം. ഇതൊരു തരം ഷോക്കേസിംഗ് ആണ്. ഇപ്പോൾ അമേരിക്കയുടെ കൈവശമുള്ള പലതരം യുദ്ധവിമാനങ്ങൾ പരേഡ് ചെയ്യുകയാണ്. അത് പറത്തുന്നു, അതിനുള്ള ഒപ്റ്റിക്സ് കൊടുക്കുന്നു. അമേരിക്ക തന്നെ ഔദ്യോഗികമായി ആ വാർ എക്സസൈസസ്, മിലിറ്ററി മെനൂവേഴ്സ് ഇതെല്ലാം തന്നെ പുറത്തു വിടുകയാണ്. അപ്പോൾ ഇത്
ഇറാനുള്ള ഒരു താക്കീത് എന്നതാണ് നമ്മൾ ആദ്യം തോന്നുക. അങ്ങനെയല്ല, ഇത് ലോകത്തിനുള്ള ഒരു താക്കീതാണ്. ഇപ്പോൾ ഒരു പാരഡൈം ഷിഫ്റ്റ് സംഭവിക്കുന്നു എന്ന ഒരു ചിന്ത പ്രബലമാണ്. ചൈന വളരെ വലിയ രീതിയിൽ വളർന്നു വരുന്നു. ഒരു ഏകധ്രുവ സംവിധാനത്തിൽ നിന്നും മൾട്ടി പോളാർ സിസ്റ്റത്തിലേക്കുള്ള ലോകത്തിൻ്റെ പ്രയാണം, അതിൽ അമേരിക്ക ഈസ് വൺ എമംഗ് മെനി മേജർ പവേഴ്സ്. ആ രീതിയിൽ വരികയാണ്. ഇന്ത്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ മറ്റ് പല യൂറോപ്യൻ കമ്മ്യൂണിറ്റി ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ വരികയാണ്. അവഗണിക്കാനാവാത്ത ഒരുപാട് സൈനിക സാമ്പത്തിക ശക്തികളുണ്ട്. അതുകൊണ്ട് വൺ അപ്മാൻഷിപ്പ് അല്ലെങ്കിൽ മേധാവിത്വം, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഹെഗിമണി നിലനിർത്താൻ ചില തന്ത്രങ്ങൾ വേണം. നിരന്തരം അങ്ങനെ തൊട്ട് കളിക്കാവുന്ന രാജ്യമല്ല അമേരിക്ക. തൊട്ടാൽ പൊള്ളും. ഒരു രീതിയിലും അമേരിക്കൻ താല്പര്യത്തിനെതിരെ ലോകത്ത് ഒരു രാജ്യവും പ്രവർത്തിക്കാൻ പാടില്ല. ഇറാനെന്നല്ല, മറ്റൊരു രാജ്യവും പ്രവർത്തിക്കാൻ പാടില്ല എന്ന നിലയിൽ നിന്നാണ് ഈ മിലിറ്ററി മെനൂവറിങ് നടക്കുന്നത്. ഇത് നോക്കൂ, ഈ മിലിറ്ററി മെനൂവറിങ് മുഴുവൻ തന്നെ എയർ ഓപ്പറേഷൻസാണ്. ഇപ്പോൾ ഗ്രൗണ്ട് ഓപ്പറേഷൻസിൻ്റെ മെനൂവറിങ് നടത്താനാവില്ല. കാരണം അമേരിക്കയ്ക്ക് അവിടെ ഭൂമിയില്ല. മധ്യപൗരസ്ത്യ പ്രദേശത്ത് സ്വന്തമായി ഭൂമിയില്ല. അവർ സൗദി അറേബ്യയുടെ അല്ലെങ്കിൽ ഖത്തറിൻ്റെ മറ്റ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്ന വ്യാജേന, അത് വ്യാജേന എന്നേ പറയാൻ പറ്റൂ, അമേരിക്കയുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ട്രൂപ്സിനെ അവിടെ വിന്യസിച്ചിട്ടുണ്ട്. 19 ഇടങ്ങളിൽ അമേരിക്കയുടെ താവളങ്ങളുണ്ട്. അതിൽ കരസേന താവളങ്ങളുണ്ട്, നാവികസേന, വ്യോമസേന താവളങ്ങളുണ്ട്. അവിടെ എല്ലാം തന്നെ വലിയ രീതിയിൽ ആയുധ വിന്യാസവുമുണ്ട്. അതിനെല്ലാം നിശ്ചിത തുക അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട് എന്നുകൂടി ഓർക്കണം. ഇതൊരു നിഷ്കാമ കർമ്മമല്ല, ഇതൊരു സേവനമല്ല. ഇത് അമേരിക്ക ഒരു വലിയ ത്യാഗം ചെയ്യുന്നു എന്നാണ് ഗൾഫ് രാജ്യങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു പരിധിവരെ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ ഈ നീരാടിപ്പിടുത്തത്തിൽ നിന്നും കുതറി മാറാൻ കഴിയാതെ ഇരിക്കുന്ന ഒരവസ്ഥയുമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ഈ വിന്യാസം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ വലിയ തോതിലുള്ള മിലിറ്ററി മെനുവറിങ് നടന്നു. ഇതെല്ലാം വ്യോമസേനയുടെ അഭ്യാസങ്ങളാണ്. ഏറിയൽ സോർട്ടീസ്, ഏറിയൽ ഫ്ലെക്സിങ് മസിൽസാണ്. ഇത് നിരർത്ഥകമാണ് എന്ന് പറയാനുള്ള കാരണം, ഇറാൻ ഈസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഇറാൻ്റെ ഏറിയൽ ഡിഫൻസ് സിസ്റ്റമൊന്നും അത്ര ഇൻടാക്റ്റ് അല്ല. ഇറാന് മേൽ വലിയ പ്രഹരമുണ്ടാകും. പക്ഷേ ഏറിയൽ യുദ്ധം ജയിക്കാനാവില്ല. ജയിക്കാൻ പറ്റും, അതായത് നാശനഷ്ടങ്ങളുണ്ടാക്കാം, അനേകരെ കൊന്നൊടുക്കാൻ കഴിയും, വസ്തുവകകൾക്ക്, കെട്ടിടങ്ങൾക്ക്, സേനാ സമുച്ചയങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ അമേരിക്ക ഉദ്ദേശിക്കുന്ന ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല. എന്തൊക്കെയാണ് ഇമ്പാക്റ്റ്? മിസൈൽ ശേഖരം പൂർണ്ണമായി തകർക്കാൻ ഒരു പക്ഷേ കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ ഓൾറെഡി കഴിയേണ്ടതാണ്. 2, ഇതിൻ്റെ ആണവ സമ്പുഷ്ടീകരിച്ച യുറേനിയം, അതിൻ്റെ 450 കിലോഗ്രാംസോളം വളരെ സുരക്ഷിതമായി ഇറാൻ വെച്ചിരിക്കുകയാണ്. അമേരിക്കയുടെ ഒരു ബങ്കർ ബസ്റ്ററിനും എത്തിച്ചേരാനാവാത്ത ആഴങ്ങളിൽ, അത്യാഴങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അതെവിടെയാണ് എന്ന് കൃത്യമായി അറിവുണ്ടോ എന്ന് പോലും സംശയം, ഊഹങ്ങളുണ്ടാവാം. അപ്പോൾ അവിടെ ബോംബിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം കിട്ടണം എന്നില്ല. പിന്നെ ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ബോംബിംഗ് കൊണ്ട് ആളുകളെ കൊല്ലാം, ഭരണകൂടത്തിൻ്റെ നേതാക്കളെ വധിക്കാം. പക്ഷേ യഥാർത്ഥ ഭരണമാറ്റം സംഭവിക്കണമെങ്കിൽ ജൈവികമായ ഒരു പ്രക്രിയ ഉണ്ടാകണം. ഇതിനകത്ത് നിന്ന് തന്നെ ചേഞ്ചിന് വേണ്ടിയുള്ളൊരു മുറവിളി ഉണ്ടാകണം. ആരെങ്കിലും അധികാരം ഏറ്റെടുക്കാൻ ഉള്ളിൽ നിന്ന് തയ്യാറായി മുന്നോട്ട് വരണം. ഇതൊന്നും തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ ഏറിയൽ സോർട്ടീസ് എന്തിനു വേണ്ടിയാണ് നടത്തുന്നത് അറിയില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ഏറ്റവും വൈകി വന്നൊരു റിപ്പോർട്ട് അനുസരിച്ച് ചൈനീസ് സാറ്റലൈറ്റുകൾ ഒപ്പിയെടുത്ത ചിത്രം 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി ആക്രമണം നടന്ന ഉടനെ തന്നെ ഇറാൻ അമേരിക്കൻ താവളങ്ങളിൽ, GCC രാജ്യങ്ങളിലുള്ള അമേരിക്കൻ താവളങ്ങളിലേക്ക് നടത്തിയ മിന്നൽ ആക്രമണം, അവിടെ ആ സമയത്തുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ അമേരിക്ക പുറത്ത് പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അതേ കുറിക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വിടുകയാണ് ചൈന. അപ്പോൾ അത് വലിയൊരു അലോസരമാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയത്. അത് ഒരുപക്ഷെ ഈ കൂടുതൽ എയർ ഫ്ലെക്സിങ് മസിൽസിന് കാരണം ആയിട്ടുണ്ടാവാം. അതുകൊണ്ട് ചൈനയ്ക്ക് നിരന്തരമായി അമേരിക്ക താക്കീത് നൽകുന്നു, ഒരു കാരണവശാലും ഇറാനെ സഹായിക്കരുത്. പക്ഷെ നമുക്കറിയാം, ഇറാൻ്റെ ആക്രമണത്തിന് ഇപ്പോൾ വൈകി വന്ന ആക്രമണങ്ങൾക്ക്, ഈ വെടിനിർത്തൽ തൊട്ട് മുൻപുണ്ടായ അവസാന റൗണ്ട് ആക്രമണങ്ങൾക്ക് കൃത്യത കൂടുതലായിരുന്നു. അത് ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്കും അമേരിക്കയുടെ താവളങ്ങളിലേക്ക് നടന്ന ആക്രമണങ്ങൾക്കും ഗൾഫ് രാജ്യങ്ങളുടെ ചില സോഫ്റ്റ് ടാർഗറ്റ്സ്, വിമാനത്താവളങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സ്, അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് നടത്തിയ ആക്രമണങ്ങൾക്ക് കുറച്ചുകൂടി കൃത്യത വന്നു. അതിൻ്റെ കാരണം ചൈനീസ് സാറ്റലൈറ്റുകൾ
കൃത്യമായ ഇടങ്ങൾ അമേരിക്കൻ സേനാ വിന്യാസത്തിൻ്റെയും മറ്റ് തന്ത്രപ്രധാനമായ കെട്ടിടങ്ങളുടെയും എല്ലാം കൃത്യമായ രേഖാചിത്രം ഇറാന് കൈമാറിയതുകൊണ്ട് മാത്രമാണ്. ഇറാൻ്റെ ആയുധങ്ങളുടെ പ്രഹരശേഷി മാത്രമല്ല അവിടെ ഭയക്കേണ്ടത്. അതുകൊണ്ട് അമേരിക്ക വലിയ രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കുകയാണ് റഷ്യയ്ക്കും ചൈനയ്ക്കും മറ്റ് രാജ്യങ്ങൾക്കും. തങ്ങൾക്ക് ഇത്രയധികം ആയുധങ്ങളുണ്ട്. അതൊന്ന്. 2, തങ്ങൾ ഏതറ്റം വരെ പോകാനും മടിക്കില്ല. 3, തങ്ങളോട് കളിക്കാൻ നിൽക്കരുത്, കളി പാളും. ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് നടത്തുന്ന ഒരു ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ നോക്കൂ, മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചു ഇതോടൊപ്പം തന്നെ. ട്രംപിന് ലേശം ധൃതിയുണ്ട്, അസ്വസ്ഥതയുണ്ട്. കാരണം ടൈം ഈസ് ടിക്കിങ്. കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പിൽ, അമേരിക്കൻ കോൺഗ്രസ്സിലെ വോട്ടെടുപ്പിൽ ട്രംപ് കഷ്ടിച്ച് കടന്നുകൂടുകയാണ്. ഡെമോക്രാറ്റുകൾ കൊണ്ടുവന്ന, പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ കൊണ്ടുവന്ന ഒരു പ്രമേയം, ട്രംപിൻ്റെ യുദ്ധപരമായ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന, അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഒരു പ്രമേയം. ആ പ്രമേയം സെനറ്റിൽ വോട്ടിനിട്ട് തള്ളി എന്നുള്ളത് ശരിയാണ്. സെനറ്റിൻ്റെ അംഗസംഖ്യ 100. അതിൽ 51 വോട്ട് വേണം വിജയിക്കാൻ. 52 വോട്ട് മാത്രമാണ് ട്രംപിന് അനുകൂലമായി ലഭിച്ചത്. പ്രമേയത്തിനെതിരായി ട്രംപിന് അനുകൂലമായി ലഭിച്ചത്. 47 പേര് എതിർത്ത് വോട്ട് ചെയ്തു. അതിനർത്ഥം എന്താ? ഡെമോക്രാറ്റിക് പാർട്ടി പൂർണ്ണമായി അതായത് പ്രമേയത്തിന് അനുകൂലമായി ട്രംപിനെതിരായി വോട്ട് ചെയ്തു. അപ്പോൾ കേവലം 5 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടെന്ന് തോന്നാം. പക്ഷേ ആലോചിക്കൂ, 2 or 3 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ സ്വമേധയാ ട്രംപ് ഈ പോക്ക് ശരിയല്ല, അതുകൊണ്ട് മാറി ചിന്തിക്കണം, അധികാരങ്ങൾ കുറച്ചുകൊണ്ട് വരണം എന്ന് ചിന്തിച്ച് അടുത്ത പ്രമേയം വരുമ്പോൾ മാറിയാൽ ട്രംപിന് മുന്നോട്ട് പോകാനാവില്ല, യുദ്ധത്തിൽ നിന്നും പിന്തിരിയേണ്ടി വരും. അതൊരു പക്ഷേ അടുത്ത പ്രമേയം ഉടനെ വരില്ല. നോക്കൂ, ഇവിടെ കൂറുമാറ്റമൊന്നും ബാധകമല്ല കേട്ടോ. ഇന്ത്യയിലെ പോലെയുള്ള കൂറുമാറ്റ നിയമങ്ങളൊന്നുമില്ല. സെനറ്റേഴ്സിന് അവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് വോട്ട് ചെയ്യാം, അവരേത് പാർട്ടിക്കാരാണെങ്കിലും. പൊതുവേ റിപ്പബ്ലിക്കന്മാർ കൊണ്ടുവരുന്ന പ്രമേയം റിപ്പബ്ലിക്കന്മാർ പിന്തുണയ്ക്കും. പക്ഷേ അല്ലാതെയും സംഭവിക്കാം. അതുമാത്രമല്ല, നവംബറിൽ നടക്കാൻ പോകുന്ന ഇടക്കാല തിരഞ്ഞെടുപ്പിൽ ഈ ഘടനയൊക്കെ മാറിമറിയാം. റിപ്പബ്ലിക്കന്മാർക്ക് ഇപ്പോൾ നിലവിൽ സെനറ്റിലുള്ള ഭൂരിപക്ഷം കുറഞ്ഞേക്കാം. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഉറപ്പായി ഡെമോക്രാറ്റുകൾ പൂർണ്ണമായി പിടിച്ചെടുക്കും എന്ന രീതിയിൽ മഹാഭൂരിപക്ഷം ലഭിക്കും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. അങ്ങനെയെങ്കിൽ യുദ്ധം അധികം നീട്ടിക്കൊണ്ടു പോകാനൊക്കില്ല. 22-ാം തീയതി വരെ വെടിനിർത്തലാണ്. 28-ാം തീയതി വരെ വാർ ആക്ടിൻ്റെ പ്രയോജനമുണ്ട്. നോക്കൂ, ഈ മാസം ഏപ്രിൽ മാസം 22-ാം തീയതി വരെയാണ് വെടിനിർത്തൽ. അമേരിക്ക തന്നെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ തീർച്ചയായും സ്വാഗതാർഹമാണ്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈലുകൾ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായി പായുന്നില്ല. അത് താരതമ്യേന സുരക്ഷിതമാണ് ഇപ്പോൾ. കാരണം ഈ സംഘർഷമാണ്. ഒരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്നറിയില്ല. പക്ഷെ നിലവിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് GCC രാജ്യങ്ങൾക്ക് നേരെ മിസൈലുകൾ അയക്കുന്നില്ല. അതുമാത്രമല്ല, അമേരിക്കൻ ബോംബിംഗ് ഇൻ ഇറാൻ സംഭവിക്കുന്നില്ല. കാര്യമായ മരണങ്ങളില്ല. ഇസ്രയേലും ലെബനനും തമ്മിലുള്ള പോരാട്ടം അവിടെ നടക്കുന്നു. ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള പോരാട്ടം നടക്കുന്നു. അതും ഒരു കരാറിൽ എത്തി നിൽക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഒരു വശത്ത് പോരാട്ടം, ഒരു വശത്ത് സമാധാന ചർച്ചയും. സങ്കീർണമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് 22nd is a very റിമാർക്കബിൾ ഡേറ്റ്. അതിന് മുൻപ് ഒരു ധാരണ ഉണ്ടാകണം. അതിനു മുമ്പ് മാക്സിമം പ്രഷർ, അങ്ങനെ ഒരു ധാരണയിലെത്താം. അതൊരു കാര്യം. 28-ാം തീയതി അത് പ്രധാനപ്പെട്ട ദിവസമാണ്, മറ്റൊരു ദിവസമാണ്. ഫെബ്രുവരി മാസം 28-നാണ് ആക്രമണം തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ കൃത്യം 2 മാസമാകുന്നത് ഏപ്രിൽ മാസം 28-ാം തീയതിയാണ്. അതുവരെ മാത്രമേ പ്രസിഡന്റിനെ നേരിട്ട് ഈ അധികാരങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂ. അതിനുശേഷം പാർലമെന്റിനോട് അനുവാദം ചോദിക്കണം. ഇപ്പോഴത്തെ നിലയിൽ പാർലമെന്റ് അനുവാദം കൊടുത്തേക്കാം, പക്ഷേ അത്ര ഉറപ്പില്ല. ഓരോരോ പാർലമെന്റ് അംഗങ്ങൾ മാറി മാറി ചിന്തിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വേഫർ തിൻ മാർജിനിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ചോദ്യം, എന്തുകൊണ്ട് ഇത്രയധികം ഏറിയൽ ഷോ നടത്തുന്നു, ഇത്രയധികം വെപ്രാളപ്പെടുന്നു ട്രംപ് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം സമയം ഇങ്ങനെ പെട്ടെന്ന് ടിക്ക് ചെയ്ത് പോവുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിക്കണം. ഒന്നുകിൽ പൂർണ്ണ യുദ്ധവിജയം അമേരിക്കക്കാർക്ക് മുന്നിൽ വരച്ചു കാട്ടാൻ ട്രംപിന് കഴിയണം. അല്ല എങ്കിൽ ഇതാ താൻ സമാധാനം, താനൊരു ഡീലിൽ എത്തി നിൽക്കുന്നു, അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന, ഇസ്രയേലിന് കൂടി സ്വീകാര്യമാകുന്ന ഒരു ഡീലിൽ എത്തിച്ചു നിർത്താൻ തനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മേനി നടിക്കാം. അതുകൊണ്ടാണ് ഈ തിരക്ക്, ഈ ഒരു പുഷ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അനാവശ്യമായ തിടുക്കം വിശദീകരിക്കുന്നത് ഒരുപക്ഷെ അങ്ങനെയാണ്. വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്. ഇനി നമുക്ക് ഹോർമൂസിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഹോർമൂസിൽ എന്താണ് സംഭവിക്കുന്നത്, അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.